കൊരട്ടിയിലെ ജനങ്ങളുടെ സ്നേഹവും സ്വീകരണവും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് 2020 സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോളിൻ്റെ മണ്ഡല പര്യടനം. വഴിനീളെ കാത്തുനിന്ന ഓരോ വോട്ടറെയും നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിച്ചായിരുന്നു സ്ഥാനാർത്ഥി മണ്ഡലം നിറഞ്ഞ് പ്രചാരണം നടത്തിയത്. കറുകുറ്റി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പര്യടനത്തിൽ കുന്നത്തനാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജിബി അബ്രാഹം, അഡ്വക്കേറ്റ് സണ്ണി ഗോപുരൻ, കാടുകുറ്റി, കൊരട്ടി, മേലൂർ പഞ്ചായത്തുകളിലെ പ്രവർത്തകർ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ചിറങ്ങര, കോനൂർ, തിരുമുടിക്കുന്ന്, കൊരട്ടി, കുലയിടം, കാടുകുറ്റി, അന്നനാട്, മുരിങ്ങൂർ തുടങ്ങിയ ഇടങ്ങളിലൂടെ സഞ്ചരിച്ച് മേലൂർ ജംഗ്ഷനിലാണ് പ്രചാരണം സമാപിച്ചത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസ്ഥാനം ഈ രാജ്യത്തെ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കിയ ഒരു ഭരണത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് അവർ മത്സരിക്കുന്നത്. തുടർച്ചയായി എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ നിന്നിട്ടുണ്ടോ അവിടെയൊക്കെ ആ രാജ്യത്തെ ജനങ്ങളെ ഛിന്ന ഭിന്നമാക്കുന്ന നയസമീപനങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വവുമില്ലാത്ത പ്രസ്ഥാനമാണ് ഇടതുപക്ഷമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പശ്ചിമ ബംഗാളിൽ 33 വർഷക്കാലം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ നാടിന് എന്ത് വികസനമാണ് കൊടുത്തത്? 33 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ പൊറോട്ടടിക്കാനുള്ള ആളെ സംഭാവന ചെയ്തു എന്നല്ലാതെ ആ നാട്ടിൽ ഒരു വികസനവും നടപ്പാക്കാൻ കമ്മ്യൂണിസ്റ്റുകാരന് സാധിച്ചിട്ടില്ല. ത്രിപുര അവർ ഭരിച്ച സംസ്ഥാനമാണ്. അവിടെ ഇനി കമ്മ്യൂണിസം ബാക്കിയില്ലാത്ത രീതിയിൽ പാർട്ടി ഓഫീസുകൾ പോലും വിറ്റുകഴിഞ്ഞു. നമ്മുടെ കേരളത്തെ എടുക്കുമ്പോൾ ഈ തൊഴിലാളി നേതാക്കന്മാരായിട്ടുള്ള ആളുകളുണ്ട്. കൊരട്ടിയിലെ മധുര കോഴ്സ്, വല്ലം റയോൺസ്, അശോക ടെക്സ്റ്റൈൽസ് ഉൾപ്പെടെയുള്ള നിരവധി കമ്പനികൾ ഈ രാജ്യത്ത് സമരം ചെയ്ത് പൊട്ടിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. 36 ടെക്സ്റ്റൈൽ കമ്പനി കേരളത്തിലുണ്ടായിരുന്നു. ഇനി 4 ഉള്ളൂ. 32 പൂട്ടിച്ചു. എന്തൊരു ജനപക്ഷ രാഷ്ട്രീയമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. കരുവന്നൂർ ബാങ്ക് എടുത്ത് നോക്കി. 300 കോടി രൂപയാണ് ഈ രാജ്യത്തെ പാവപ്പെട്ടവനെ പറ്റിച്ച് തട്ടിച്ച് അത് മുഴുവൻ വളരെ ലാഘവത്തോടെ തിന്നു തീർത്തത്. സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കാത്ത ഒരു പ്രസ്ഥാനം, സ്വന്തം അധ്വാനത്തിന്റെ ഫലം ഒരുപക്ഷെ 30-35 കൊല്ലം ജോലി ചെയ്തിട്ട് കിട്ടിയ PF ഗ്രാറ്റുവിറ്റിയും ഒക്കെ ചേർത്ത തുക കൊണ്ടുപോയാണ് കരുവന്നൂർ ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ നിക്ഷേപിച്ചത്. ആ നിക്ഷേപ തുക മുഴുവൻ വഴിമാറ്റി ചെലവഴിച്ച് വേറെ അക്കൗണ്ടിലൂടെ ഒക്കെ എടുത്ത് പാവപ്പെട്ടവനെ തീർത്തും അവഗണിച്ച ഒരു സമീപനമാണ് മാർക്സിസ്റ്റുകാരൻ്റെ. പണം ചോദിച്ചു ചെല്ലുമ്പോൾ ഒന്നും ബാക്കിയില്ലാത്ത വിധം അവരത് കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. അതിന്റെ പേരിൽ പാവപ്പെട്ട ജനം എത്രയാണ് ആത്മഹത്യ ചെയ്തത്? അതിൽ കമ്മ്യൂണിസ്റ്റുകാരനുമുണ്ട്. എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടായിരുന്നെങ്കിൽ ഈ പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ ഇതുപോലെ കൈയിട്ട് വാരുമായിരുന്നു.